മഴതോരും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വൈജയന്തിയുടെ മനസ്സ് ഒരു പെരുങ്കടൽ പോലെ പ്രക്ഷുബ്ധമാണ്. ബാലചന്ദ്രൻ എവിടെയാണെന്നോ അദ്ദേഹം എന്ത് ചെയ്യുകയാണെന്നോ ഉള്ള ചിന്തകളേക്കാൾ ഉപരി ആ ചോദ്യം അവളുടെ ഉറക്കം കെടുത്തി. അവൾ ആ അലീന ബാലചന്ദ്രൻ്റെ കൂടെയുണ്ടോ? സ്വന്തം ഭർത്താവ് വീട് വിറ്റ് പോയതിനേക്കാൾ വൈജയന്തിയെ വേദനിപ്പിച്ചത് താൻ വെറുക്കുന്ന അലീന എന്ന പെൺകുട്ടി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായേക്കാമെന്ന ചിന്തയായിരുന്നു. അസൂയയും ഭയവും കലർന്ന ഒരു വികാരം അവളെ വരിഞ്ഞു മുറുക്കി. സമാധാനം കിട്ടാതെ അവൾ രാജീവിനെ വിളിച്ചു. ഫോണിൻ്റെ മറുതലക്കിൽ രാജീവിൻ്റെ ശബ്ദം അവൾ കേട്ടതും അവൾ തൻ്റെ ആദികൾ ഇറക്കി വെച്ചു. പക്ഷേ മറുപടി അവൾ പ്രതീക്ഷിച്ചതുപോലെയൊന്നും ആയിരുന്നില്ല. നീ ഒന്ന് അടങ്ങ് വൈജ. രാജീവിൻ്റെ സ്വരത്തിൽ അസ്വസ്ഥത പ്രകടമായിരുന്നു. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. സമാധാനപ്പെട്ടിരിക്കാൻ നീ സമ്മതിക്കില്ലേ? എപ്പോഴും ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്താൽ എങ്ങനെയാ? ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാവും. നീ ഒന്ന് ക്ഷമിക്ക്. രാജീവിൻ്റെ വാക്കുകൾ മുറിവേൽപ്പിച്ചെങ്കിലും നിസ്സഹായായി ശരിയേട്ടാ എന്ന് പറഞ്ഞ് അവൾ ഫോണ് വെച്ചു. ഫോണ് വെച്ച ഉടനെയാണ് മുത്തശ്ശിയുടെ വിളി കേട്ടത്. വൈജേ വൈജേ. ആ വിളിയിൽ അധികാരവും ദേഷ്യവും കലർന്നിരുന്നു. കലിപ്പ് തീരാത്ത മനസ്സോടെ വൈജയന്തി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ ചോദ്യത്തിൽ അലോസരം നിറഞ്ഞിരുന്നു. മുത്തശ്ശി കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. അവരുടെ കണ്ണുകളിൽ തീക്ഷ്ണതയുണ്ടായിരുന്നു. നിനക്കെന്താടി ഇത്ര ദേഷ്യം? ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് നീ തന്നെയല്ലേ? എന്നിട്ടിപ്പോൾ ഇവിടെ കിടന്നിട്ട് തുള്ളുന്നോ? ബാലചന്ദ്രനെ പറഞ്ഞു വിട്ടത് നീയാണ്. എന്നിട്ടിപ്പോൾ സങ്കടം അഭിനയിക്കുകയാണോ നീ? വൈജയന്തി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ബാലചന്ദ്രൻ പോയതിൽ എനിക്ക് വിഷമമൊന്നുമില്ലാമേ. പക്ഷേ ആ പെണ്ണിലെ ആ അലീന, അവൾ അദ്ദേഹത്തിൻ്റെ കൂടെ കാണും. അതാണ് എൻ്റെ നെഞ്ചിലെ ഏറ്റവും വലിയ തീയ്. അവളെങ്ങാനും അയാളുടെ കൂടെയുണ്ടെങ്കിൽ. മുത്തശ്ശി പുച്ഛത്തോടെ ചിരിച്ചു. ഓ, അപ്പോൾ നിനക്ക് ഭർത്താവ് പോയതിലല്ല പ്രശ്നം, അലീന കൂടെയുണ്ടോ എന്നതിലാണല്ലേ? നീ എന്തൊരു സ്ത്രീയാടി! നിനക്ക് സ്നേഹമില്ലേ? നിന്റെ അഹങ്കാരമല്ലേ ഇതെല്ലാം നശിപ്പിച്ചത്? വൈജയന്തിയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മയ്ക്ക് എന്തറിയാം? ഇവിടെ ഉരുകിത്തീരുന്നത് ഞാനാണ്. എൻ്റെ ഭർത്താവ് എവിടെ, എൻ്റെ മകൾ എവിടെ എന്നറിയാതെ നീറുന്ന ഒരമ്മയുടെ വേദനയൊന്നും അമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്മക്ക് ഇവിടെ കിടന്ന് വിളിച്ചു കൂവിയാൽ മാത്രം മതിയല്ലോ. മുത്തശ്ശി വിരൽ ചൂണ്ടി പറഞ്ഞു. നിന്റെ അവസ്ഥക്ക് കാരണം നീ തന്നെയാണ്. ആ പാവം പെൺകുട്ടി ഇവിടെ മിണ്ടാതിരിക്കുകയായിരുന്നില്ലേ? അവളെ കയറിച്ചൊറിഞ്ഞ് ഒടുവിൽ ബാലചന്ദ്രൻ്റെ വായിലിരിക്കുന്നത് കേട്ടിട്ടും നിനക്ക് മതിയായില്ലേ വൈജയന്തി? നിന്റെ കുഴപ്പം ബാലചന്ദ്രൻ പോയതിലല്ല, അലീന കൂടെയുണ്ടോ എന്ന സംശയമാണ് നിനക്ക്. എന്നാൽ അച്ചമ്മയോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി വൈജയന്തി നിരാശയോടെ അവിടെ നിന്നും ഇറങ്ങി. മുറിയിൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അവൾക്ക് സ്വസ്ഥത കിട്ടിയില്ല. രാജീവിനെ ഇനി വിളിക്കാൻ കഴിയില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആകെ വിഷമിച്ചു നിന്നു. ഇതേ സമയത്തിന് കൈതക്കൽ തറവാട്ടിലെ ബഹളങ്ങളിൽ നിന്നും അകലെ ശാന്തമായ ഒരു റിസോർട്ടിൽ സ്നേഹത്തിൻ്റെ പുതിയൊരു അധ്യായം തുറക്കുന്നുണ്ടായിരുന്നു കൃഷ്ണമോള്. അവൾ സത്യങ്ങളെല്ലാം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അലീന അവരുടെ വീട്ടിലേക്ക് വന്ന വെറും ഒരു ഹോം നേഴ്സല്ല, തൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന സത്യം. ആ തിരിച്ചറിവ് അവളിലുണ്ടാക്കിയ മാറ്റം അത്ഭുതകരമായിരുന്നു. ഒരു കാലത്ത് അലീനയെ സംശയത്തോടെയും ചിലപ്പോഴൊക്കെ ദേഷ്യത്തോടെയും നോക്കി നിന്ന കൃഷ്ണമോൾ ഇപ്പോൾ സ്നേഹം കൊണ്ട് അവളെ വീർപ്പ് മുട്ടിക്കുകയാണ്. അലീന അലീന. അവളുടെ നാവിൽ ആ പേര് മാത്രം. അലീന അന്യയില്ല, തൻ്റെ ചോരയാണെന്ന സത്യം ആ കൊച്ചു മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. യാത്രയുടെ ക്ഷീണം മാറ്റാൻ കുളിക്കണം. പക്ഷേ കയ്യിൽ വസ്ത്രങ്ങളൊന്നുമില്ല. കൃഷ്ണമോള് അലീന അടുത്തേക്ക് ചെന്നു. ചേച്ചി, എനിക്ക് കുളിച്ചിട്ട് മാറാൻ ഡ്രസ്സൊന്നുമില്ല. ചേച്ചിയുടെ ഒരു ഉടുപ്പ് തരാമോ? എന്നാൽ ആ ചോദ്യം കേട്ട് അലീന അത്ഭുതപ്പെട്ട് അവളെ തന്നെ നോക്കി. അതെന്താ മോളെ നീ അങ്ങനെ ചോദിക്കുന്നത്? എൻ്റെ ഡ്രസ്സ് ചോദിച്ചു വാങ്ങണോ? നിനക്ക് എടുത്തൂടെ? അലീനയുടെ വാക്കുകളിൽ വാത്സല്യം നിറഞ്ഞിരുന്നു. ആ, എങ്കിൽ ചേച്ചി ഒരെണ്ണം തന്നേ, കൃഷ്ണമോള് കൊഞ്ചലോടെ പറഞ്ഞു. അലീന എടുത്ത് നൽകിയ വസ്ത്രവുമായി അവൾ കുളിക്കാൻ പോയി. അലീന ആലോചിച്ചു നിന്നുപോയി. എന്താണ് ഈ കുട്ടിക്ക് പെട്ടെന്ന് പറ്റിയത്? കുടുംബത്തിലെ വഴക്കുകൾക്കും പ്രശ്നങ്ങൾക്കും കാരണം താനാണെന്ന് കരുതിയിരുന്ന കൃഷ്ണമോൾ ഇപ്പോൾ തന്നോട് ഇത്രമാത്രം സ്നേഹത്തോടെയാണല്ലോ പെരുമാറുന്നത്. കുളി കഴിഞ്ഞ് അലീനയുടെ വസ്ത്രമറിഞ്ഞ് കൃഷ്ണമോള് തിരികെ വന്നു. അവളെ കണ്ടപ്പോൾ അലീനയുടെ മുഖം വിടർന്നു. ആഹാ, ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ മോളെ. കൃഷ്ണമോള് ചിരിച്ചു. അതേ ചേച്ചി, ചേച്ചിയുടെ ഡ്രസ്സാണെങ്കിലും എനിക്ക് നല്ല പാകാണ്. സൂപ്പറായിട്ടുണ്ട്. അലീന അവളെ ചേർത്ത് പിടിച്ചു. നന്നായിട്ടുണ്ട് മോളെ, പക്ഷേ മോളുടെ ഫ്രോക്കും ഉടുപ്പുമാണ് കൂടുതൽ ചേരുന്നത്. ഇതൊക്കെ പഴയ തുണികളാണ് മോളെ. സ്നേഹനികേതനത്തിൽ ഓരോരുത്തർ തന്നതും തയ്യൽ കടയിലെ മിച്ചം വരുന്ന തുണികൾ കൊണ്ട് തയ്ച്ചുണ്ടാക്കിയതുമായ പഴഞ്ചൻ വസ്ത്രങ്ങളാണിത്. അലീനയുടെ വാക്കുകൾ തൻ്റെ പഴയ ജീവിതത്തെ നൊമ്പരം എളിച്ചു. കൃഷ്ണമോൾക്ക് അതൊന്നും തന്നെ പ്രശ്നമായിരുന്നില്ല. ചേച്ചിയുടെ മണമുള്ള ആ വസ്ത്രം അവൾക്ക് വിലപ്പെട്ടതായിരുന്നു. അലീനയുടെ കണ്ണുകളിൽ അത്ഭുതം വിട്ടുമാറിയിരുന്നില്ല. കൃഷ്ണമോൾ അലീനയുടെ കൈ പിടിച്ച് വലിച്ചു. വാ ചേച്ചി, നമുക്ക് വെറുതെ ഇവിടെ ഇരിക്കണ്ട, പുറത്തൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങി വരാം.
ഇപ്പോഴോ? അതെ, ഇന്നലെ രാത്രി അച്ഛൻ്റെ കൂടെ ഞാൻ ഇവിടെയൊക്കെ നടന്നിരുന്നു. നല്ല ഭംഗിയാണ്. ഇപ്പം നല്ല കോടമഞ്ഞുമുണ്ടാവും. നമുക്ക് പോവാം ചേച്ചി, കൃഷ്ണമോൾ അവളെ നിർബന്ധിച്ചു. റിസോർട്ടിന്റെ മുറ്റത്ത് കോടമഞ്ഞ് പതിഞ്ഞു നിൽക്കുന്ന പ്രഭാതം. തണുത്ത കാറ്റിൽ മരങ്ങൾ തലയാട്ടുന്നു. അലീനയും കൃഷ്ണമോളും ആ മഞ്ഞിലൂടെ നടന്നു നീങ്ങി. ചേച്ചി, കൃഷ്ണമോള് മെല്ലെ വിളിച്ചു. ചേച്ചിക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഇടയ്ക്ക് ഞാൻ ചേച്ചിയോട് ദേഷ്യപ്പെട്ടിരുന്നല്ലോ. അലീന അവളുടെ തലയിൽ തലോടി. ഏയ്, എനിക്ക് മോളോട് ഒരിക്കലും ദേഷ്യം തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പോവാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല. ബാലചന്ദ്രൻ സാറിൻ്റെ അവസ്ഥ ഓർത്തിട്ട് മാത്രമാണ് മോളെ. സാറ് പോവണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെയാ അവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ കഴിയുക? കൃഷ്ണമോൾ അലീനയുടെ കൈ മുറുകെ പിടിച്ചു. അതൊന്നും ഓർത്ത് ചേച്ചി ഇനി വിഷമിക്കേണ്ട. നമ്മൾ ഇനി എങ്ങോട്ടാ പോകുന്നത് എന്ന് ചേച്ചിക്കറിയാമോ? നമ്മൾ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അത് കേട്ടപ്പോൾ അലീന ഞെട്ടി. അയ്യോ മോളെ, ഞാനില്ല, ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരുന്നില്ല. അവളുടെ മനസ്സിൽ ആ പഴയ അപമാനത്തിൻ്റെ ഓർമ്മകളെല്ലാം തന്നെ ഇരിച്ചെത്തി. പട്ടിക്ക് കൊടുക്കുന്ന വില പോലും നൽകാത്ത തന്നെ ആട്ടിപ്പായിച്ച ആ വീട്, നാട്ടുകാർക്ക് മുന്നിൽ അപമാനിച്ച വൈജയന്തി. ആര് പറഞ്ഞു വരില്ലെന്ന്? ചേച്ചി വന്നേ പറ്റൂ. കൃഷ്ണമോള് വാശി പിടിച്ചു. ചേച്ചി ഇല്ലാതെ അച്ഛൻ അങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ വന്നില്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും പിരിയും. ചേച്ചിക്കത് ഇഷ്ടമാണോ? ചേച്ചി വന്നാലേ എല്ലാം ശരിയാവുള്ളൂ. ചേച്ചി പ്ലീസ് ചേച്ചി എൻ്റെ കൂടെ വരണം. അലീന ധർമ്മസങ്കടത്തിലായി. ബാലചന്ദ്രൻ തനിക്ക് അച്ഛനെ പോലെയാണെന്നും അദ്ദേഹത്തിൻ്റെ വാക്ക് ധിക്കരിക്കാൻ അവൾക്ക് കഴിയില്ല. നമുക്ക് നോക്കാമോളെ, അവൾ ഒഴിഞ്ഞു മാറിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്കറിയാമായിരുന്നു, ബാലചന്ദ്രൻ നിർബന്ധിച്ചാൽ തനിക്ക് ആ വീട്ടിലേക്ക് തന്നെ വീണ്ടും കയറി ചെല്ലേണ്ടി വരുമെന്ന്. റിസോർട്ടിൽ സ്നേഹത്തിൻ്റെ കുളിർക്കാറ്റ് വീശുമ്പോൾ കൈതക്കൽ തറവാട്ടിൽ മനു എന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയായിരുന്നു. അവൻ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങി. കമലമ്മയും രാജീവനും അവനെ തടഞ്ഞു. നീ എങ്ങോട്ടായി പോകുന്നത്? അവർ എവിടെയാണെന്ന് നിനക്കറിയാമോ? കമല ചോദിച്ചു. എനിക്കറിയാം, അവരൊരു റിസോർട്ടിലുണ്ട്, മനു ശാന്തമായി പറഞ്ഞു. ആരൊക്കെയുണ്ട് അവിടെ? ആ ഒരുമ്പട്ടവളിലെ അലീന, അവൾ അവിടെയുണ്ടോ? കമലമ്മയുടെ ശബ്ദത്തിൽ വെറുപ്പ് നുരഞ്ഞു കയറി. ഉണ്ട്, ബാലചന്ദ്രൻ അങ്കിളും അലീനയും അവിടെയുണ്ട്. രാജീവൻ ഇടപെട്ടു. എന്താണ് നീ പറയുന്നത്? ആ പെണ്ണിനെയും കൊണ്ട് അയാൾ റിസോർട്ടിൽ പോയിരിക്കുകയാണോ? സ്വന്തം മകളെയും നിർത്തിയിട്ടുണ്ടല്ലോ. നാട്ടുകാരുടെ കണ്ണ് വെക്കാൻ ഇതെന്തൊരു വൃത്തികേടാണ്. മനുവിന് നിയന്ത്രണം വിട്ടു. രാജീവ് അങ്കിളെ, കുറച്ചെങ്കിലും മാന്യമായിട്ട് സംസാരിക്കണം. അങ്കിളിന് വിദ്യാഭ്യാസം വിവരമുണ്ടെന്ന് ഞാൻ കരുതിയത്. ബാലചന്ദ്രൻ അങ്കിളിനെ പോലെ ഒരാളെക്കുറിച്ച് ഇങ്ങനെയാണോ പറയുന്നത്? സ്വന്തം അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിവുള്ള ഒരു മനുഷ്യനാണത്. വെറുതെ ഓരോ അനാവശ്യങ്ങളൊന്നും പറഞ്ഞുണ്ടാക്കരുത്. അവൻ രാജീവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം അങ്കിള് മറക്കണ്ട. റിട്ടേൺ വിസ എടുക്കേണ്ട സമയമായില്ലേ? അപ്പോഴേക്കും ഇവിടെ വല്ല ക്രിമിനൽ കേസും വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്കിളുടെ തിരിച്ചുപോക്ക് അങ്ങ് മുടങ്ങും. പോലീസും കോടതിയുമായിട്ട് നടന്നു കഴിഞ്ഞാൽ ജോലി പിന്നെ തന്നെ അങ്ങ് പോവും. അതുകൊണ്ട് മര്യാദക്ക് നിന്ന അങ്കിളിന് നല്ലത്. ഭീഷണിയുടെ സ്വരം ആ വാക്കുകളിലുണ്ടായിരുന്നു. കമല അത്ഭുതത്തോടെ ചോദിച്ചു. നീ എന്തിനാടാ മനു ആ പെണ്ണിനെ കാണാൻ പോകുന്നത്? അവളെ വീണ്ടും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണോ നിന്റെ ഉദ്ദേശം? അവളെ കണ്ടാലേ എനിക്ക് കലി അളകും. മനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ എനിക്ക് ഉദ്ദേശമൊന്നുമില്ലമ്മേ. കാരണം അവൾക്ക് താമസിക്കാൻ പറ്റിയ ഇടമൊന്നുമല്ല ഇത്. എൻ്റെ അമ്മയുടെ കൂടെ താമസിക്കാനുള്ള യോഗ്യത അവൾക്കില്ല. അവൾ അത്രയും ഒരു നല്ല കുട്ടിയാണ്. ഓ, അപ്പോൾ നിന്റെ മനസ്സിലിരിപ്പ് വേറെയാണല്ലേ? അതെ, ചിലപ്പോൾ ഞാൻ അലീനെ വിവാഹം കഴിച്ചേക്കാം. എന്നിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു വന്നേക്കാം. എന്താ അമ്മയ്ക്കതിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? കമല അത് കേട്ട് വിറച്ചു. നീ അവളെ ഇങ്ങോട്ടെങ്ങാനും കൊണ്ടുവന്നാൽ പിന്നെ ഈ വീടിൻ്റെ പടി ഞാൻ ചവിട്ടില്ല. വേണ്ടമ്മേ, അമ്മ ചവിട്ടണ്ട. എറണാകുളത്ത് ഞാൻ ജോലി ചെയ്യുന്നിടത്തേക്ക് വീടെടുത്ത് ഞാൻ അവളെ അവിടെ താമസിപ്പിച്ചോളാം. എനിക്ക് എൻ്റെ ഭാര്യയെ നോക്കാനൊക്കെ നന്നായിട്ടറിയാം. മനുവിൻ്റെ തീരുമാനം ഉറച്ചതായിരുന്നു. അമ്മ ഏതായാലും രാജീവ് അങ്കിളിനോട് വർത്തമാനം പറഞ്ഞിരുന്നോ? ഞാൻ പോയിട്ട് വരാം. ആരെയും വകവെക്കാതെ മനു അവിടെ നിന്നും ഇറങ്ങി. മനു റിസോർട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അവനെ വളരെയധികം സന്തോഷിപ്പിച്ചു. കൃഷ്ണമോളും അലീനയും ചേർന്നിരുന്ന് വർത്തമാനം പറയുന്നു. ബാലചന്ദ്രൻ ദൂരെ മാറി നിന്ന് അത് കണ്ട് നിറകണ്ണുകളോടെ പുഞ്ചിരിക്കുന്നു. അലീന എന്ന അനാഥ ബാലികക്ക് കിട്ടാതെ പോയ സ്നേഹം ഇപ്പോൾ അവൾക്ക് ലഭിക്കുന്നു. മനുവിനെ കണ്ടതും അവർ ഓടിയെത്തി. മനുവേട്ട, കൃഷ്ണമോള് വിളിച്ചു. അച്ഛൻ വിളിച്ചു പറഞ്ഞിട്ടാണല്ലേ മനുവേട്ടൻ വന്നത്. അവർ ഒരുമിച്ച് റിസോർട്ടിലെ പരിസരത്തൂടെ നടന്നു. മനു ബാലചന്ദ്രനോട് ചോദിച്ചു. അങ്കിളെ, എന്താ അങ്കിളുടെ തീരുമാനം? ഇവളെയും കൂട്ടി വീട്ടിലേക്ക് പോവാൻ തന്നെയാണോ ഉദ്ദേശം? ബാലചന്ദ്രൻ്റെ മുഖത്ത് ദൃഢനിശ്ചയം തെളിഞ്ഞു. അതേ മനു, ഞാൻ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ ഞാൻ ഇവളോടൊപ്പം തന്നെ താമസിക്കും. അത് ആരെതിർത്താലും നടക്കും. ഞാനും കൃഷ്ണമോളും അലീനയും ഇവിടെ തന്നെ ഉണ്ടാവും. അങ്കിളെ, ഇത് എത്രത്തോളം പ്രായോഗികമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ? മനു ആശങ്കപ്പെട്ടു. ബാലചന്ദ്രൻ കൈ ഉയർത്തി. പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും നേരിടാൻ ഞാൻ തയ്യാറാണ് മനു. ഞാൻ അവളെ എൻ്റെ മകളായി അംഗീകരിച്ചു കഴിഞ്ഞു. വേണമെങ്കിൽ ഞാൻ അവളെ നിയമപരമായി ദത്തെടുക്കും. എൻ്റെ സ്വത്തുക്കളും സ്വർണ്ണക്കടയും എല്ലാം ഞാൻ അവളുടെ പേരിൽ എഴുതി വെക്കും.
ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇതെല്ലാം. അത് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് അവകാശമുണ്ട്. ആരെങ്കിലും ചോദിക്കാൻ വന്ന അപ്പോൾ കാണാം. ബാലചന്ദ്രന്റെ വാക്കുകളിൽ ഒരച്ഛൻ്റെ സ്നേഹവും ഒരു പുരുഷന്റെ തൻ്റെ ഇടവും ഉണ്ടായിരുന്നു. ആ തീരുമാനം വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങളുടെ തുടക്കം തന്നെയായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ കാത്തിരിക്കുന്നത് വൈജയന്തിയുടെയും ബന്ധുക്കളുടെയും വലിയൊരു പട തന്നെയായിരിക്കും. ഗ്രേസ്യാമ്മയും മാമച്ചനും അങ്ങോട്ടേക്ക് അലീനയെ കാണാൻ വരുന്നുണ്ട്. അലീനെ വീട്ടിലേക്ക് കയറ്റില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് വൈജയന്തി പടിക്കൽ തന്നെ നിൽക്കുന്നുണ്ടാവും. ഈ മുടിഞ്ഞവളെ ഇപ്പം തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ എന്നൊക്കെ ആക്രോശിച്ചു. പക്ഷേ ബാലചന്ദ്രൻ്റെയും മനുവിൻ്റെയും കൃഷ്ണമോളുടെയും സ്നേഹത്തിന് മുന്നിൽ ആ വെറുപ്പിൻ്റെ കോട്ടകളെല്ലാം തന്നെ തകർന്നടിയുക തന്നെ ചെയ്യും. ഇനി ഏതായാലും നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡൊക്കെ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.